നമസ്കാരം. 1202 ചിങ്ങം 1 മുതൽ 1202 കർക്കിടകം 31 വരെ, അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെ ഒരു വർഷക്കാലം ഗ്രഹങ്ങളുടെ രാശിമാറ്റം വഴി കാർത്തിക നക്ഷത്രക്കാർക്ക് എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതിനു മുമ്പ് ആദ്യമേ പറയട്ടെ, ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. അവസാന ഭാഗത്ത് ദോഷഫലങ്ങൾക്ക് ചെയ്യേണ്ട പരിഹാര മാർഗങ്ങളെ പറ്റിയും പറഞ്ഞിരിക്കുന്നു. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുവാൻ അപേക്ഷിക്കുന്നു. വർഷാരംഭത്തിൽ ശനി മീനൻ രാശിയിലും ഗുരു കർക്കിടകത്തിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും ആണ്. കാർത്തിക നക്ഷത്രക്കാരുടെ ഫലമാണ് ഇവിടെ പറയുന്നത്. 1202 കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായ ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു വർഷമാണ്. തൊഴിൽപരമായി പറയുകയാണെങ്കിൽ തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവുന്നതും പുതിയ തൊഴിൽ ലഭിക്കുവാനും സാധ്യതയുള്ള ഒരു വർഷമാണ്. സർക്കാർ നേട്ടമുണ്ടാവുന്നതാണ്. സ്ഥാനമാനങ്ങളും പദവിയും ഉയർച്ചയും ഒക്കെ ഈ സമയത്ത് ഇവർക്ക് ലഭിക്കുന്നതാണ്. വരുമാന വർധനവ് ഉണ്ടാവുന്നതാണ്. അംഗീകാരവും മേലധികാരിയുടെ പ്രീതിയും ഒക്കെ സമ്പാദിക്കുവാൻ ഇവർക്ക് കഴിയുന്നതാണ്. എന്നാലും ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാം, അത് തരണം ചെയ്യുവാനും കഴിയുന്നതാണ്. ജോലിയിടങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ഉണ്ട്. അനാവശ്യമായി മാനസിക പിരിമുറുക്കം ഒഴിവാക്കേണ്ടതുണ്ട്. പൊതുവെ പറഞ്ഞാൽ തൊഴിലിൽ ഇവർക്ക് ഈ വർഷം വളരെ അധികം ഗുണഫലങ്ങൾ ലഭിക്കുന്ന വർഷമാണ്. ധനപരമായി പറയുകയാണെങ്കിൽ വരുമാന വർധനവ് ഉണ്ടാവുന്ന വർഷമാണ്. മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. കടം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, വായ്പ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതാണ്. വായ്പ കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശുഭകാര്യങ്ങൾക്കാണെങ്കിലും ചിലവ് വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ധനപരമായ ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അനാവശ്യമായ പണച്ചിലവ് ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. ധനവരവ് ഉണ്ടാവുന്നതും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നതും നിക്ഷേപം വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നതും ഒക്കെയാണ്. കാര്യലബ്ധി ഉണ്ടാവുന്നതാണ്. വ്യക്തികൾക്ക് നേട്ടവും ധൈര്യവും ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. പുതിയ ആശയങ്ങൾ വന്നു ചേരുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നതാണ്. ബിസിനസ്സുകാർക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു വർഷമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും പുതിയ പങ്കാളിയെ കണ്ടെത്തുന്നതിനും അതുപരമായി ബിസിനസ്സിൽ നേട്ടമുണ്ടാവുന്നതിനും ഒക്കെ കഴിയുന്നതാണ്. കാർഷികപരമായിട്ടും പുരോഗതി ഉണ്ടാവുന്ന വർഷമാണ്. കായിക രംഗത്തുള്ളവർക്ക് വളരെയധികം ഗുണം ലഭിക്കുന്ന അംഗീകാരവും പദവിയും ഒക്കെ വന്നു ചേരുന്നതാണ്. ശത്രുക്കൾ നിഷ്പ്രഭരാകുകയും ശത്രുഹാനി ഉണ്ടാവുകയും ചെയ്യുന്ന വർഷമാണ്. യാത്രാപരമായിട്ട് ഗുണം ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും അതുവഴി സുഹൃത്തുക്കൾ തമ്മിൽ അകലുവാനും സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ്. കുടുംബപരമായി നോക്കുകയാണെങ്കിൽ വിട്ടുവീഴ്ച മനോഭാവം അത്യാവശ്യമാണ്. ദമ്പതികൾ തമ്മിൽ ചെറിയ അനൈക്യമുണ്ടാകാനും അത് വളർന്നു വലുതാവാനും ഇടയുള്ളത് കൊണ്ട് തന്നെ വാക്കുകൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതാണ്. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്ന വർഷം കൂടിയാണ്. സന്താന ലബ്ധി ഉണ്ടാവുന്നതാണ്. പ്രണയിക്കുന്നവർക്ക് വളരെയധികം നേട്ടമുണ്ടാവുന്ന ഒരു വർഷമാണ്. മാനസിക പിരിമുറുക്കം ഒക്കെ ഈ സമയത്ത് ഉണ്ടാവുമെങ്കിലും അവയൊക്കെ തരണം ചെയ്യുവാൻ പറ്റുന്ന സമയം കൂടിയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് വലുതാക്കുവാൻ ഇടവരുത്തരുത്. പരസ്പരം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവേണ്ടതും ഈ സമയത്ത് ആവശ്യമാണ്. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, വിദേശത്ത് തൊഴിൽ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും അത് നടന്നു കിട്ടുന്നതാണ്. ആരോഗ്യകരമായിട്ട് പൊതുവെ ഗുണമുള്ള ഒരു വർഷമാണ്. ചെറിയ ചെറിയ രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കൾക്ക് ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തക്കതായ ചികിത്സ തക്ക സമയത്ത് തന്നെ നൽകേണ്ടതും ഉണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ പുരോഗതി ഉണ്ടാകുന്ന വർഷമാണ്. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ലഭിക്കുന്നതിനും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പഠനം ലഭിക്കുന്നതിനും ഒക്കെ സാധ്യതയുണ്ട്. വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും നടന്നു കിട്ടുന്നതാണ്. വീട്, വസ്തു ഇവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവരുടെ ആഗ്രഹം സാധിച്ചു കിട്ടുന്നതാണ്.
റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നവർക്കും ലാഭം ഉണ്ടാവുന്ന ഒരു വർഷമാണ്. ക്രയവിക്രയങ്ങളിൽ ലാഭം വരുന്ന വർഷമാണ്. വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ആഗ്രഹവും നടന്നു കിട്ടുന്നതാണ്. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകുന്നതും ആത്മീയത വർദ്ധിക്കുന്നതുമായ സമയമാണ്. ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന പുണ്യക്ഷേത്ര ദർശനം നടത്തുവാൻ ഈ സമയത്ത് ഇവർക്ക് സാധിക്കുന്നതാണ്. ഇവർക്ക് ഗുണഫലങ്ങൾ വളരെ കൂടുതലും ദോഷഫലങ്ങൾ വളരെ കുറഞ്ഞും ഒരു വർഷമാണ് 1202 എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും ഈ സമയത്ത് ഉണ്ടായേക്കാവുന്ന ചെറിയ ചെറിയ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിനും ഗുണഫലങ്ങൾ അതിൻ്റെ പൂർണ്ണ തോതിൽ ലഭിക്കുന്നതിനുമായി ശാസ്താക്ഷേത്ര ദർശനം നടത്തുക, വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ ചെയ്യുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, മാനസിക പിരിമുറുക്കം ഒഴിവാക്കുന്നതിന് വേണ്ടി യോഗ, മെഡിറ്റേഷൻ എന്നിവയൊക്കെ ശീലിക്കുക. കൂടാതെ കുടുംബക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തുക. ഇവയൊക്കെ ചെയ്താൽ ഈ വർഷം ഇവർക്ക് ഏറെ ഗുണകരമായി മാറ്റാവുന്നതാണ്.